ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അയാൾ പറയുന്നത് കളവാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് കളവല്ല, സത്യമാണ് എന്ന്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മുടെ അഡ്മിന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക, പിന്നിലേക്കൂടിയുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ഗാനുമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഓക്സിജനോ ചെയ്തില്ലടാ, നീ യൂബിറ്റ് കോയിൻ ചെയ്തില്ലടാ, നീ ചെയ്ത തട്ടിപ്പിന് കയ്യും കണക്കും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അഭിലാഷ് പറയുന്നു. അതുപോലെ തന്നെ അതൊക്കെ എൻ്റെ കഴിവാടാ, പിന്നെ പല ആൾക്കാരും പലതും ചെയ്യുന്നുണ്ട്, നിന്നെ പോലെ കഴിവ് കെട്ടവന്മാർ ഈ ഹയറിച്ചും കാത്തിരുന്ന് ഇരിക്കുകയുള്ളൂ, മറ്റുള്ളവരെ കുറ്റം പറയാതെ നീയൊക്കെ വേറെ പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയ്യൂബ് ഖാൻ അങ്ങോട്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അയാൾ പറഞ്ഞ സമയത്ത് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ അയാൾ അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ മനസ്സിലായി ഇത് നടന്നു തന്നെയാണ് എന്ന്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഹൈറിച്ച് തിരിച്ചു വന്നില്ലെങ്കിലും ഹൈറിച്ച് ഉപേക്ഷിച്ച് മറ്റു തട്ടിപ്പുകൾ ചെയ്യാൻ പോയ അയ്യൂബ് ഖാൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് 1,80,00,000 ആൾക്കാരെയും രോമാഞ്ച കഞ്ചുക പുളിജിതമാക്കിയിരിക്കുന്നത്. അയ്യൂബ് ഖാൻ ഇനി നിരന്തരം ഹൈറിച്ചിൻ്റെ അപ്ഡേഷൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയും ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും വേണ്ടല്ലേ, കഞ്ഞി കുടിക്കാൻ വേണ്ടേ? അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേങ്കിൽ ഞാൻ മറന്നുപോയിട്ടില്ല. ദേവൻ രാമേന്ദ്രൻ സാറ് 10 ദിവസത്തേക്ക് ഇലക്ട്രിസിറ്റി ബില്ലും വണ്ടി വാടകയും മറ്റേ വെള്ളത്തിൻ്റെ നികുതിയും കെട്ടിട നികുതിയും ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് 10 ദിവസത്തേക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് നന്ദി ഹൈറിച്ച് നിയമപരമാണെന്ന് പറഞ്ഞതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിന്നൊക്കെ ആനന്ദ കണ്ണീരൊക്കെ വന്നിട്ട് അങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് അയ്യൂബ് ഖാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു ഹൈറിച്ചോളിയും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ട് നാറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ 3 മണിക്കൊക്കെ വെടി പൊട്ടിച്ചിട്ടുണ്ട്. അവരൊന്നും ഇപ്പം പൊടി പോലുമില്ല എന്നുള്ളതാണ്. അവന്മാരൊക്കെ എവിടെയുള്ളത്? പണ്ടൊക്കെ അവൻ കുറേ ഹൈറിച്ചിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ഒരു കഷണ്ടി തലയൻ, അവനാണ് ഈ 3 മണിക്ക് വെടി പൊട്ടിച്ചവൻ. വെടി പൊട്ടിച്ചിട്ട് അവൻ അതിൻ്റെ വെടി പൊട്ടിക്കുന്നതും പായുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അയ്യൂബ് ഖാനെ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളത് അയ്യൂബ് ഖാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അവിടെ ആളാവാൻ പോയി. അതുപോലെ തന്നെ ആ സമയത്ത് മറ്റുള്ളവരുടെ ഒന്നും പറയുന്നില്ല, ഓനിപ്പം എന്താണ് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ വായുന്നത് മോശമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പറയാൻ കൊള്ളാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. എന്തായാലും മനുഷ്യനല്ലേ പുള്ളേ, അല്ലേ? പോട്ടെ. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇതിനെക്കാട്ടി കൂടുതൽ ചെയ്തപ്പോൾ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാക്കി ഉണ്ടായിരുന്നു. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്മിന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. അപ്പോൾ ഹൈറിച്ച് തിരിച്ചു വന്നില്ലെങ്കിലും അയ്യൂബ് ഖാനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതിൽ ഞാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജയ് ഹൈറിച്ച്.